Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായിത്തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. ബർത്ത്ഡേ ബേബി, ഇതൊക്കെ എന്തുവാ? ഇഡ്ഡലി, ദോശ, ഇതൊക്കെ ഒരു ട്രീറ്റാ? ഐ വാണ്ട് മോർ. എടാ മണ്ട, ഞാനാണോ നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് തരാന്ന് പറഞ്ഞത്? നിങ്ങൾ തന്നെയല്ലേ ഡിസൈഡ് ചെയ്തേ? എയ്റോപ്ലെയിൻ പറക്കുന്നത് നോക്കും മുകളില്, അതിനെയും കടന്ന് പറക്കുന്നത് കണ്ടോ ഇങ്ങ് കീഴേ. ഞാൻ ഇടാൻ പോകുന്നു അവളുടെ കഴുത്തിൽ മാല. പൊന്നു മോനെ, അടിപൊളി ശംഭു, അടിപൊളി പാട്ടറ. എന്തിനാണ് ഏട്ടന്മാരെ ഇങ്ങനെ കളിയാക്കുന്നേ? എന്തരടെ ഈ രാത്രി പിള്ളേരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ദിങ്കോൾഫി തന്നെയടേ. എന്താടാ ചെറിയണ? ചേട്ടാ എന്താ ഏട്ടാ ഇങ്ങനെ? ചേട്ടാ വേണ്ട ഏട്ടാ. എന്താടാ ചേട്ടാ എന്താണോ നിന്റെ സൂക്കട്? ചെയ്യില്ലേ? Hi friends. Come on baby. Hi Suman. Get in. എടാ അനിയ. എന്തേ അനിയനെന്നാ? സോറി അങ്കിൾ. സാറി അങ്കിളോ? അതിന് അനിയൻ തന്നെ കുഴപ്പമില്ലായിരുന്നു. ബാംഗ്ലൂരിലേക്ക് പോണം, വഴിയൊന്ന് പറയാമോ? ഓ ബാംഗ്ലൂറാ? ഇവിടെ നേരെ അങ്ങോട്ട് പോയാലേ ഒരു വലിയ ആൽമരം ഉണ്ടാവും. അവിടെ ഒരു കവലയുണ്ട്. ആ കവലയിൽ ഒരു കറക്കം കറങ്ങിയിട്ട് ഇടതുവശത്തൂടെ പോയാ പാലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെയിൻ റോഡ് വരും. ആ മെയിൻ റോഡ് പിടിച്ചാ മതി, അങ്ങനെ നേരെ പോവാം ബാംഗ്ലൂർ. ഓക്കെ, താങ്ക് യു. വണ്ടി എടുക്ക്. ആ മോളെ പറയ് അങ്കിൾ. പോണ വഴിയിലെ കാട്ടുതോപ്പുന്നൊരു ബോർഡ് ഉണ്ടാവും. ആ സൈഡ് മാത്രം പോവരുത് കേട്ടാ. എന്താ തുറിച്ചു നോക്കുന്നത്? ആ സ്ഥലത്ത് പ്ലാസ്റ്റിക് ഫാക്ടറി ഒന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ തന്നെ അങ്ങോട്ട് പോവില്ല. നാട്ടുകാർ പറയുന്നത് അവിടെ പ്രേതവും പിശാചൊക്കെ ഉണ്ടെന്നാ. അങ്ങോട്ട് പോവല്ലേ, ആപത്താണ്. എന്തിനാ അങ്ങനെ തന്നെ ഇരിക്കുന്നേ? നോക്കിയും കണ്ട് സൂക്ഷിച്ചു പോവാൻ നോക്ക്.
താണ്ഡവനാട്യം പ്രകൃതിയിൽ ഭ്രാന്തമാടും ദ്രോഹങ്ങൾ ഭ്രാതാവായി ധ്രുവമെല്ലാം പായുമ്പോൾ പകയുടെ താണ്ഡവനാട്യം പ്രകൃതിയിൽ ഭ്രാന്തമാടും ദ്രോഹങ്ങൾ ഭ്രാതാവായി ധ്രുവമെല്ലാം പായുമ്പോൾ കണ്ണീരുണ്ണുമീ ചുടുചെഞ്ചോരപ്പൂക്കൾ ഒരു മിത്തായി മണ്ണിൽ ജീവൻ എങ്ങും വാടിപ്പോകവേ വേദാന്തങ്ങളായി ഒരു വേദന മാത്രം വെയിലാളും നെഞ്ചിനുള്ളിൽ പല സീൽക്കാര ശബ്ദം എരിതീ ചൂതാട്ടങ്ങൾ എഴുതി പോരാട്ടകർ തലയിൽ ചുരുരണകം ധീരമായി തകരും സങ്കൽപ്പങ്ങളും ഭയമിഴയണ തനി നിഴലുകളെങ്ങും ഉരകമായി നീളുകയായി വിഷമൊഴുകണ നദികൾ പോലെ സമയമെങ്ങും ഒഴുകുകയായി ഹൃദയം ഒരു ആലയം പോലെ കുരുവികൾ കെട്ടിയ കൂട് അഗ്നി ജ്വാലയിൽ എല്ലാം എരിഞ്ഞേ അടങ്ങും ഇന്ന് എടാ ഓസാമ, എന്താടാ ഒരു വണ്ടി വരുന്നുണ്ട് നോക്ക്. നമ്മൾ എല്ലാരും ചേർന്ന് ഒരു ടീമായിട്ട് പെർഫോം ചെയ്താലേ എന്തെങ്കിലും തടയുള്ളൂ. ശരി ശരി മനസ്സിലായോ? പോയി വണ്ടി നിർത്ത്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. വണ്ടി കൊണ്ട് മാറ്റിയിട്. നിർത്ത്. ഹലോ, എല്ലാരും താഴെ ഇറങ്ങ. ലേഡീസ് ആദ്യം ഇറങ്ങ. എല്ലാരും എവിടെ പോയിട്ട് വരുന്നു? ചോദിച്ചിട്ടില്ലേ? ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ, സെലിബ്രേറ്റ് ചെയ്യാൻ ബാംഗ്ലൂർ പോവാ. എടാ ചകിരി തലയാ, സർ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചോണ്ടിരിക്കുമ്പോ Sorry, sir. ഇറങ്ങി വന്ന് മറുപടി പറയാൻ അറിയില്ലേ? നിന്റെ പേരെന്താടാ? എന്താടാ സോസ്, ടൊമാറ്റോ സോസ് എന്ന്? അവൻ ചില്ലി സോസ് ആണോടാ? ഇല്ല സർ. താഴെ ഇറങ്ങടാ. ഇവരെന്തേ കാണിക്കാൻ പോന്നെ? ഏയ് സർ നീ ഇറങ്ങ. ലോക്കായത് ഡോർ മാത്രമല്ല, നിങ്ങൾ എല്ലാരും ലോക്കായി. ഹലോ, താഴെ ഇറങ്ങി. എല്ലാരും താഴെ ഇറങ്ങ. ഇവിടെ ആരും ഒലിപ്പിക്കുന്നൊന്നുമില്ല. താഴത്തേക്ക് ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ വശത്തേക്ക് ഇറങ്ങ. പോ 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 പോ. തൊപ്പി കണ്ടില്ലേ? വലിയ പ്ലേ ബോയ് ആന്ന വിചാരം. വേഗം പോടാ. പോ പോ പോ. ഒന്ന് മാറി നിൽക്ക് സർ. ഓ, വലിയ സതീലീലാവതി വന്നിരിക്കുന്നു. എന്താടി കൊച്ചേ, നീ കുഞ്ഞായിരിക്കുമ്പോ ഇട്ട നിക്കറി ഇതുവരെ അഴിച്ചു മാറ്റിയില്ലേ? ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ പാന്റ് ഇട്ടോണ്ട് പോണോന്ന് അറിയില്ലേ നിനക്ക്? ഫാഷൻ. ഓ ഫാഷൻ. എല്ലാത്തിന്റെ മോന്ത കണ്ടില്ലേ? കടലാസ് പെറുക്കിയും കന്നാസ് പെറുക്കിയും നടക്കുന്ന പോലെ ഉണ്ട്. 5 രൂപ കാശിന് കാത് തൂക്കിട്ടേക്കുന്ന കണ്ടില്ലേ? ഇവനെ കണ്ടാലേ അറിയാം, ഒരു കേടി ലുക്കാ. കേടിയൊന്നുമല്ല സർ. പേര് നോക്കടി. തല അജിത് കുമാർ. നാ മണ്ട കഷായം. ദാ അങ്ങോട്ട് നോക്കടാ. ഓ സൂനപ്പാന. ഉസാമ ജി. ഇവന്മാരെ കണ്ടിട്ട് പോലീസുകാരാണെന്ന് തോന്നില്ലല്ലോ. എനിക്ക് അതേ ഡൗട്ട് തന്നെയാ. ചപ്പത്തലയാ, പോക്കറ്റിൽ എത്ര ഉണ്ടോ നോക്ക്, കൊടുത്തിട്ട് പോകാൻ നോക്ക്. സർ, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തില്ല. ലൈസൻസ്, ഡോക്യുമെന്റ് എല്ലാം പക്കയായിട്ടുണ്ട്. പിന്നെ എന്തിനാ പൈസ തരേണ്ട? ഇവന്മാരുടെ അടുത്ത് മര്യാദ പറ്റില്ല. വന്ന് മുട്ടുകുത്തിരിക്കടാ.
എന്താ സാറേ ഞങ്ങളെ സ്കൂൾ പിള്ളേരെ പോലെ മുട്ടും തീർക്കാനൊക്കെ പറയുന്നത്? പറയുന്നത് കേട്ടാ മുട്ടുകുത്തി വേണ്ട വേണ്ട വേണ്ട, പെൺകുട്ടികൾ പൂവ് മാതിരിയാ. നിങ്ങൾ മുട്ടുകുത്തിയിരുന്ന എന്റെ മുട്ട് വേദനിക്കും. ഇല്ലില്ല, എന്റെ മനസ്സ് തന്നെ വേദനിക്കും. മുട്ടുകുത്തിരിയടാ. എടാ ശരിക്കുള്ള പോലീസ് വരുന്നു. ഇന്ന് നമ്മുടെ കാര്യം പോക്കാം. എടാ സുന, എന്തൊക്കെ സംഭവിച്ചാലും ശരി നമുക്ക് പേടിയാണെന്ന് അവരറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. സർ, ഡോ, ഇവിടെ എന്താടോ പ്രശ്നം? എന്തിനാ ഇങ്ങനെ പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നേ? ആദ്യം എഴുന്നേക്ക്. ഒന്നുമില്ല സർ, ഒരു ചെറിയ എൻക്വയറി. ഞങ്ങൾ നോക്കിക്കോളാം. സാർ പോയിക്കോളൂ. സർ അവര് നോണ പറയാണ് സർ. ഞാൻ പറയാം, എന്റെ പേര് മാലിനിന്നാ, എന്റെ ബർത്ത്ഡേ എന്ന്. ആപ്പിൾ ബർത്ത്ഡേ. ശ്ശെ, അത് സെലിബ്രേറ്റ് ചെയ്യാനാ ഞങ്ങൾ ഔട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇവന്മാര് ഞങ്ങളെ പിടിച്ചു നിർത്തി എൻക്വയറിംഗ് ചെയ്ത് ടോർച്ചർ ചെയ്യാണ് സർ. സർ എന്താന്നൊന്ന് ചോദിക്കു സർ. സർ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പണം ചോദിക്കോ? തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഹരാസ് ചെയ്യോ? ഡോ, നിങ്ങളൊക്കെ ഏത് സ്റ്റേഷനിലെയാ? നിങ്ങളുടെ ID കാർഡ് കാണിച്ചേ. കണ്ടില്ലേ സർ, ID കാർഡ് കാണിക്കാൻ പറഞ്ഞപ്പോ കാണിക്കണ്ടല്ലേ സാറേ? അതിനിത്ര ആലോചിക്കേണ്ട കാര്യം എന്താ? ഇവന്മാരെല്ലാരും കള്ളന്മാരാണ് സർ. ഇയാളുടെ നോട്ടം ഒട്ടും ശരിയല്ല സർ. കണ്ട 420 പോലെയുണ്ട്. ഒന്ന് വായ മൂടറി. ഞാനാണെ ബർത്ത്ഡേ ആയിട്ടൊരു ഫുള്ള് എടുത്ത് ചില്ലിയാന്ന് വിചാരിച്ച് വന്നപ്പം നിനക്കല്ലേ ഔട്ടിങ്ങിന് പോയേ പറ്റുള്ളൂ പറഞ്ഞ് തുടക്കം മുതലേ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. മച്ചോടാ, ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇപ്പൊ നോക്ക സാർ, നിങ്ങളുടെ മുഖം കണ്ടാലും ഒരു കള്ള ലക്ഷണം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ID കാണിക്കൂ സാർ. എന്താ സാർ പുറം ചൊറിയുന്നേ? അയ്യോ ഓടിക്കോടാ. ഇങ്കി പിങ്കി ഇട്ട് സ്ഥലം കാലിയാക്കിക്കോ. സ്കെച്ച് കണ്ട പിന്നെ നിക്കാതെ ഓടിക്കോ. വട്ടവട്ടമായി കെട്ടിപ്പിണഞ്ഞോട് മുട്ടി മുട്ടികി മുട്ടിലിഴഞ്ഞാട്. കൊടിയ നാടിയിൽ രക്തമഴിഞ്ഞാട്ടം തട്ടി മുട്ടിയാൽ വേണ്ട വിളയാട്ടം. തെറിച്ച് തെറിച്ച് നീ ഓട് ഓട് ഒട്ടൊന്ന് തെറ്റാതെ നിർത്തിടാതെ നീ ഓട് ഓട്. ഇന്ന് പകയുടെ താണ്ഡവ നാട്യം തലയിൽ ചൂടു രണഭാരമായി തകരും സമ സങ്കല്പങ്ങളും വെയിലാളും നെഞ്ചിനുള്ളിൽ മനസ്സിൽക്കാര ശബ്ദങ്ങൾ. ഓടാനും കഴിയാതെ ഒളിയാനും കഴിയാതെ വിഷം ഒഴുകണ നദികൾ പോലെ സമയം ഒഴുകുകയാ. ഓടിയത് ഒറിജിനൽ പോലീസും ഡ്യൂപ്ലിക്കേറ്റ് പോലീസും തമ്മിൽ നടക്കുന്ന പ്രശ്നത്തിന് നമ്മൾ ഓടണം. അതെനിക്ക് മനസ്സിലാവാത്തെ. അവരെന്തിനാ നമ്മുടെ പുറകെ വരുന്നേ? ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. എന്ത് തന്നെയായാലും ഞങ്ങൾ ഒറ്റയ്ക്കാക്കല്ലടാ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും എന്നെ വിട്ടേച്ച് പോലെ. ദുഷ്ടത്തികളെ, എന്നെ വിട്ടേച്ച് പോലെ. വട്ട വട്ടമായി കെട്ടിപ്പിണഞ്ഞോട് മുട്ടി മുട്ടികി മുട്ടിലിഴഞ്ഞാട്. കൊടിയ നാടിയിൽ രക്തമഴിഞ്ഞാട്ടം തട്ടി മുട്ടിയാൽ വെട്ടവിള്ളയാട്ടം. ഭൂമിയാകെ മുതുതീയാട്ടം നിർത്തിടാതെ നീ ഓട് ഓട് ഒട്ടൊന്നും തെറ്റാതെ കട്ടായമോട്. വട്ടം മിട്ട പരുത്തിനെ കൈ കിട്ടിയാൽ പരപരത്തിട്ട് കൈ കിട്ടിയ ഇടിച്ച് ഇഞ്ചപഞ്ചയാക്കും. ലെഫ്റ്റ് ടു ദ റൈറ്റ്, റൈറ്റ് ടു ദ ലെഫ്റ്റ്. പഴമത് കുരുങ്ങാതിടമ്പലമോട്. ചിതറിയൊതുങ്ങാതോട് ചിതറിയൊതുങ്ങാതോട്. നീ തന്നെ മാപ്പ്, നീ തന്നെ കാക്ക്. അങ്ങാതെ ഊക്കിൽ മുന്നോടി നോക്ക്. എടാ ഒസാമ, ഇങ്ങ വന്നേ. എടാ ഓടാൻ പറ്റുന്നില്ലടാ, കാല് വേദനിക്കുന്നടാ. വാ സാറേ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇവരെ കൊണ്ട് മുമ്പിലുള്ള നമ്മളെ പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവരെന്ത് ചെയ്യാനാ? അയ്യോ എന്ത് കഷ്ടമാ. വാ പോവാം.
എടാ സുണ, വയ്യടാ വഴി. എടാ പോലീസിന്റെ കൈപ്പെട്ടമാര് തൊലി ഉരിച്ചളയും. വാ വാ. ഞാൻ ഓടരുത് അവിടെ നിൽക്കാൻ. സാർ നിന്നാ നിങ്ങൾ പിടിക്കൂലേ സാർ? അത്രയ്ക്ക് അറിവ് പോലും ഇല്ലാത്ത നിങ്ങളെ ആരാ പോലീസിൽ എടുത്തത്? വേണമെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേർന്നോ സാർ? എന്റെ കൈ കിട്ടിയാൽ നിന്നെ ശരിയാക്കും. നന്നായിട്ട് ശരിയാക്കുവോ സാർ? നീ അതിലേ പോ, നീ ഇതുവഴി വാ. വേഗം പോ. ഓക്കെ സാർ. ഇതങ്ങ് കിട്ടോ. ശരി വാ, അതുവഴി പോ. ഓക്കെ വാ, കമാൺ. എടാ കൃഷ്ണൻകുട്ടി, എന്തൊരു ഗോഡൗണ്ടേ. നാണം കെടുത്തി കളഞ്ഞു. നമ്മുടെ ഏരിയ വന്ന് നമ്മളെ ആക്കിയിട്ടവന്മാര് പൊക്കളഞ്ഞു. അത് കളയടേ. അത് മറക്കാൻ വേണ്ടിയല്ലേ രണ്ടെണ്ണം വീശാൻ വന്നേ. രണ്ടെണ്ണം അകത്തെല്ലാം എല്ലാം അങ്ങ് മാറും. എയ്റോപ്ലെയിൻ പറക്കുന്നടാ മുകളില്. ആ എന്നിട്ട് എടാ ശംഭു, ഇങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരുന്നാലേ കിട്ടാനുള്ള ചരക്ക് പോലും കിട്ടൂല. ആ ചപ്പിളി വാ അടച്ചിട്ട് വാ. അല്ല, ഈ സൈഡിൽ പോണോ അതോ അങ്ങോട്ടേക്ക് പോണോ? നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ പോവാം. നല്ല ചരക്കാടാ. കയ്യിന്ന് പോയി. അവളുടെ രണ്ട് കവിളുകളുണ്ടല്ലോ, കവിളുകള് തേൻ കിണ്ണം പോലെ മത്ത് പിടിപ്പിക്കുന്നതായിരുന്നടാ. വിട്ട് കളഞ്ഞല്ലോടാ. ഇനി ദൈവം തന്ന ഈ രണ്ട് കൈകൾ തന്നെ ആശ്രയം. ഇപ്പോഴും ആ പരിപാടിയല്ല. ഞാൻ പണിയെടുത്ത് ജീവിക്കുന്ന കാര്യം പറഞ്ഞാടാ. ഞാനും ആ അർത്ഥത്തിൽ തന്നെ പറഞ്ഞ. എന്താടാ നീ പറയുന്നേ? ഏയ്, അവിടെ ആരെങ്കിലും ഉണ്ടോടി? ആരുമില്ല, നീ വാ. ഒന്ന് വാടി, വേഗാവട്ടെ.
അതുവഴി പോ. അയ്യോ, കാട്ടുതോട്ടം ഭാഗത്തേക്ക് പോകാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? ഇവരങ്ങോട്ട് തന്നെ പോകുന്നത്? അയ്യോ, ദൈവമേ, അയ്യടാ, അയ്യോ, മറ്റു ഓടിക്കോടാ, അവന്മാരെ കൈപ്പെടാതെ. ഇത് പിടിച്ചോണ്ട് പോയിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നത്? കുടുങ്ങിയല്ലോ. അയ്യോ, ഏത് സ്ഥലമായത്? ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? അയ്യോ, ബോംബൊക്കെ ആണല്ലോ അടുക്കി വെച്ചേക്കുന്നേ. ഡാ സൂനാപ്പാന, ഒസാമ, എടാ അങ്ങോട്ട് നോക്കണം. എവിടെയാടി പോയേ? മറ്റുള്ളവരൊക്കെ എവിടെ? അയ്യോ, അത് തന്നെ ഞാനും ചോദിക്കുന്നത്. മറ്റുള്ളവരൊക്കെ എവിടെയാ പോയത്? ശരി, വാ നോക്കാം. അല്ലടാ, കൂടെ വന്ന പിള്ളേരെ കാണുന്നില്ലല്ലോ. കൃഷ്ണൻകുട്ടി, പയ്യന്മാര് കണ്ടില്ലേ? പന്ന അലവലാദികളാ. ബുദ്ധിപൂർവം പ്ലാൻ ചെയ്ത് ചൂണ്ടയിട്ട് പീസുകളെ ഇതിനകത്ത് കയറ്റിയ കണ്ടടാ. ആ, ഇങ്ങോട്ട് നോക്ക്. പെട്ടെന്ന് സാധനം അടിച്ചിട്ട് നമ്മൾ അവരെ വളഞ്ഞ് ആളിനോരോ പീസിനെ പൊക്കും. പെട്ടെന്ന് അടിയില്ലേ. എന്റെ പുറകെ ശബ്ദം ഉണ്ടാക്കാതെ വാ. എടാ, ഇതെങ്ങോട്ടാടാ പോന്നേ? കൃഷ്ണൻകുട്ടി, പെട്ടെന്ന് വാടേ. മുട്ടത്തലേ പോടാ, ഞാൻ പറയാൻ തന്നെ ഉണ്ട്. വാ വാ വാ, പോവാ, പെട്ടെന്ന് വാ. പോലീസടെ, പോലീസിന്റെ കൈപ്പെട്ട നമ്മുടെ കഥ കഴിഞ്ഞു. ഇനി എന്താടാ ചെയ്യുന്നേ? ശബ്ദം ഉണ്ടാക്കരുത്, പോലീസ് പോട്ടെ. ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ തന്നെ നിന്നാ മതി. എടാ, കൊച്ചുണ്ടാക്കിയത് വാ. പോ, പോ. എടാ, നടന്നു വാടാ. എന്റെ മുതുക് കയറിയാണോ വരുന്നത്? നിന്റെ ആ വായടച്ചു. എടാ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാവടാ. തള്ളാടാ, ഞാൻ പോവല്ലേ.
അയ്യോ പോലീസുകാരന്മാര് എവിടെയാടാ? പുറത്തേക്ക് ഇറങ്ങുവാടാ. അവരെ കയ്യിലെങ്ങാനും കിട്ടിയാ തൊലഞ്ഞത് തന്നെ. എന്റെ അമ്മേ, അയ്യോ, ഇപ്പോഴാ ഒരു ആശ്വാസം കിട്ടിയേ. എന്താടാ കാണിച്ചു? പേടിച്ചു പോയല്ലേ? ഞാനും പേടിച്ചേനെ നിൽക്കുന്നേ. പോലീസാടാ. എവിടെയാടാ ഇരിക്കുന്ന? പുറത്തേക്ക് ഇറങ്ങി വാടാ. മച്ചൂതാ പോലീസ്. എടാ അതാ നോക്ക്, വേറൊരു പോലീസ്. അങ്ങോട്ട് നോക്ക്, പോലീസ് നമ്മളെ റൗണ്ട് അപ്പ് ചെയ്തിരിക്കുന്നു. ചിലപ്പോ കുറച്ച് സമയത്തിനുള്ളിൽ ആർമി വന്നെന്ന് വരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യൂടാ? ഐഡിയ, ഇത് കണ്ടില്ലേ? ഇത് നാരങ്ങ. ഇത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോവാ? ഇതൊരു വെറും നാരങ്ങ അല്ല, ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവന്നതാണ്. ഈ ഏരിയയില് ഏതോ ഒരു അമാനുഷിക ശക്തി ഇരിക്കുന്ന പോലെ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കാം. ബിൽഡപ്പ് ചെയ്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം. ഓം ഹ്രീം ഭദ്രകാളി നമഃ, ഓം ഒസാമ നമഃ. ഇനിഷ്യൽ വിട്ടു പോടാ. സോറി അളിയ. ഓം ഒസാമ ജി നമഃ, ഓം സൂന പാന നമഃ. എടാ തല വിട്ടു പോടാ. ഓ, തലയുടെ കാര്യമൊക്കെ പിന്നെ നോക്കാറാ. ഓം കലകല കലകല, ഓം കലകല കലകല കലകല, ഓം. അങ്ങോട്ട് നോക്കടി. എന്താടി? നാരങ്ങ. എന്താടി ഇത്? ചെറുനാരങ്ങ താനെ ഉരുണ്ടു പോകുന്നു. അതേടി, ഇതെങ്ങനെയാ? ഏയ് മിണ്ടാതിരി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അല്ല, ഈ തെണ്ടികൾ ഇവിടെ പോയി തുറഞ്ഞു. പോലീസ് ഇപ്പൊ ഇവിടെ പതുങ്ങിയിരിക്കുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ പോലീസുകാരന്റെ കയ്യിൽ പെട്ടത് തന്നെ. ഇതെന്താ? ആ, ഇതൊരു നാരങ്ങയല്ലേ? ഇതെങ്ങനെ ഇവിടെ? ഒരു കാര്യം ചെയ്യാം. കുങ്കുമം പുരട്ടി മഞ്ഞപ്പൊടി തേച്ച് ഓം ഭദ്രകാളി, ഓം രുദ്രകാളി. എന്താ ഇങ്ങോട്ട് നോക്ക്, അതേ നാരങ്ങ വീണ്ടും തിരിച്ചു വരുന്നു. എടി വാടി, നമുക്ക് വേഗം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് പോവാം. ആ ശരി, വേഗം പോകാം. വഴി എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇവന്മാരെ കാണാനുമില്ല.
ഇവിടെ ആരുമില്ല സാറേ. ഇവിടെ ആരുമില്ല സാർ. വിട്ടേക്ക് സാറേ, അവന്മാരെ കാണാനൊന്നുമില്ല, നമുക്ക് പോവാം. വാ. ഡാ മച്ചുതാ, നീ ഉരുട്ടി വിട്ടി നാരങ്ങ നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വരിക. അതെങ്ങനെയാടാ മച്ചു? ഡാ അവര് ഉഗ്രം പാർട്ടികളാ. നമ്മുടെ ഫോർമുല എടുത്ത് നമ്മളെ വീട്ടിലാക്കാൻ നോക്കുക. നമ്മളങ്ങനെ കുടുങ്ങുവോ? മണ്ടന്മാരെ, ഇപ്പൊ എന്തിനാടാ ഭയപ്പെടുന്നത്? ദൈവത്തിനെ വിചാരിച്ചത് കയ്യിൽ വെക്കേ. അതല്ലടാ, ഞാൻ ഉരുട്ടി വിട്ടത് വെറും നാരങ്ങയാ. പക്ഷെ ഇതിൽ മഞ്ഞളും കുഞ്ചുമോ ഒക്കെ പുരട്ടിയിട്ടുണ്ടല്ലോ. മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. നീ എംറ്റി ആയിട്ട് അങ്ങോട്ട് അയച്ച് അവര് തിരിച്ച് തടവി ഇങ്ങോട്ടും അയച്ച്. ഇവരിവിടെ എന്താ ചെയ്യുന്നേ? ഡാ, നമുക്ക് പോയി കഴിക്കാം. സിംഗിൾ സിം ആണെന്ന് വിചാരിച്ചേ, പക്ഷെ ഡബിൾ സിം കിട്ടിയല്ലോ. രണ്ടും ആക്ടിവേറ്റ് ചെയ്യാം. അപ്പൊ ഒരു സിമ്മിൽ സിഗ്നൽ ഇല്ലെങ്കിൽ മറ്റൊന്നിൽ കിട്ടൂലോ. എന്താ രണ്ടുപേരും മുഖം പോലും മാറ്റാതെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒരു പക്ഷേ ആരെങ്കിലും പുതിയതായിട്ട് പാർട്ടി ആരംഭിച്ചിട്ടുണ്ടാവോ? ആരാ അത് നമ്മളറിയാതെ? എന്താ ഇത്? വഴി എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഷാസ്, ദാ ഇങ്ങോട്ട് വാടാ. എടാ സുന നോക്കടാ. എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പറ. എടാ മണ്ടക്കഷ എവിടെ പെട്ടുപോയടാ? എവിടെ? നമ്മൾ അടിച്ച അടിക്ക് ഇന്ന് എൻകൗണ്ടർ തന്നെയാ. നമ്മൾ ആരെയാടാ അടിച്ചത്? അവരല്ലടാ നമ്മളെ അടിച്ചത്. അത് ശരിയാ. ആരത്? ഇതെന്തോന്ന്, പേപ്പറോ? അയ്യോ, അത് ശരി, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ദാ വരുന്നു. ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ
നമ്മുടെ കൃഷ്ണൻകുട്ടി പേപ്പർ എറിഞ്ഞു വിളിക്കണം. എടാ ശംഭു, എടാ കൃഷ്ണൻകുട്ടി, പറഞ്ഞു തൊലക്കടാ. ഇനിയും നമ്മളിവിടെ നിന്നാ നമ്മുടെ കാര്യം പോക്ക. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ശരിയടാ മടത്തലയാ. വാ പോകാം, ഫോളോ മീ. സാറേ സാറേ, എടോ അവന്മാരൊക്കെ എവിടെയാ? അവരവിടങ്ങും ഇല്ല സാർ. എന്താടോ സാർ? അവിടെ എങ്ങും കണ്ടില്ല അവരെ. സാറേ പറയടോ. എല്ലായിടത്തും നോക്കി സാറേ, ഒരിടത്തും കണ്ടില്ല. എവിടെയാ പോയത്? അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അതെ സാറേ. അവന്മാർ അവിടെ കാണുമെന്ന് തോന്നുന്നു. വാ നമുക്ക് പോയി നോക്കാം. സാർ Come on, hurry up. ദൈവമേ, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കേ. അയ്യോ, എവിടെയാണോ നിങ്ങള്? എടാ സൂനപ്പന, അജിത്ത് എങ്ങോട്ടാടാ പോകുന്ന? പറയടാ പറയടാ ഒസാമ. എന്തു പറ്റി? അവിടെ മണ്ടേ കഷായം പെട്ടുപോയടാ. എടാ മനസ്സിലായില്ലടാ. എടാ നീ പറഞ്ഞു കൊടുക്ക്. നമ്മുടെ ആ മണ്ട ആ കഷായം ആ പെട്ടുപോയെന്ന്. ഓ, നമ്മുടെ മൊട്ടത്തലയൻ കഷായം പെട്ടുപോയെന്നോ? ആ അപ്പോ കഴിഞ്ഞു അല്ലേ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പോലീസായിട്ട് അഭിനയിച്ച് പറ്റിക്കാൻ നോക്കിയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കൂടുങ്ങിയാ നിന്റെ ഒക്കെ കഥ കഴിഞ്ഞെന്ന്. സാറേ, പ്രേതം 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 പ്രേതം. എന്തോന്നാടാ പി പി ബേബേ എന്നൊക്കെ പറഞ്ഞോണ്ട്? സാർ
കുടുങ്ങിയത് ഞങ്ങളല്ല സാർ, നിങ്ങളാണ് സാർ. എന്തോന്നാടാ, അഭിനയിക്കുവാണോ? സാർ ഒന്ന് തിരിഞ്ഞു നോക്കണം സാർ. ആദ്യം നീയാണ് ചാവാൻ പോകുന്നത്. വെടിവെച്ച ചാവാനാണ് പോകുന്നത്. നേരത്തെ തന്നെ ഒന്ന് ചത്തതല്ലേ? കാർട്ടൂണിൽ വരുന്ന പോലെ നമ്മളോട് കഥ പറയാണ് കുഞ്ഞു പ്രേതം. കുട്ടിപ്രേതം സാർ, ഇവന് സാറിനോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന്. എന്താ വേണ്ടത് പറയ്. എടേ കൊച്ചു പയ്യ, ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിച്ചാൽ എങ്ങനെയാ? അലിവോടെ, ശാന്തമായി, സ്നേഹത്തോടെ ചോദിക്കണം. നിനക്കെന്താ വേണ്ടത് മോനെ? ഏയ്, എന്താടാ ഉച്ചു ഒച്ചയുണ്ടാക്കുന്നേ? പരിങ്ങിന് കഥ കാര്യം പറയടാ. അവന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. മൂത്രമൊഴിക്കാൻ എനിക്ക് മുട്ടിയിട്ട് വയ്യ. ഒന്ന് ചുമ്മാ ഇടാ ശുംഭ. ഇതിനാ പറയുന്നേ, എന്താ എന്നെ പോലെ ലൈവില് ഒഴിക്കണെന്ന്. കുഞ്ഞുങ്ങളെ, എന്തിനാണ് കരയുന്നത്? നിങ്ങൾക്കും മൂത്രമൊഴിക്കണോ? വേണം സാർ, കാല് വേദനിക്കുന്നു. പ്രേതം സാറുമാരെ. എന്താ മക്കളെ, കാല് വേദനിക്കുന്നോ? സാരമില്ല, എണീറ്റ് നിക്ക്. ഹലോ ചേട്ടാ, ഞാൻ സുമോയാ സംസാരിക്കുന്നേ. നീ ചുമ്മാ സംസാരിച്ചാലും ശരി, എന്തെങ്കിലും കാര്യത്തിന് സംസാരിച്ചാലും ശരി, പറയടാ. ചേട്ടാ, എടാ, ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാടാ. യൂണിഫോം വാടക എടുത്തോണ്ട് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചേട്ടാ. ഓണർ ഞങ്ങളെ വഴക്ക് പറഞ്ഞ് പൊരിച്ചോണ്ടിരിക്കുക. ഞങ്ങളെ ഇവിടെ നിർത്തി പൊരിക്കുവാടാ. ഫോൺ വെക്കടാ. എന്റെ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണം. ചേച്ചി, ആ പെൺകുട്ടികൾ കുറെ നേരമായിട്ട് ദൈവത്തിനെ വിളിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചാ പോകുന്ന പ്രേതങ്ങളാ ഞങ്ങളെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ കൂടെ നൃത്തം ചെയ്യാൻ പോകുന്ന പ്രേതങ്ങളാ ഞങ്ങള്. നൃത്തം കണ്ടിട്ട് കുറെ നാളായി. അനിയൻ ഒരു പാട്ട് വെക്കും, നിങ്ങൾ അതിനനുസരിച്ച് ഡാൻസ് കളിക്കണം. നമുക്കത് ആസ്വദിക്കാം. എടാ മോനെ, നീ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ, നേർച്ചയ്ക്ക് നേർന്ന് വിട്ട മുട്ടനാടാണെന്ന് കരുതി നിന്നെ അവര് കശാപ്പ് ചെയ്ത് കളയും. നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ.
ചുമ്മാ ഇങ്ങനെ കുലുക്കുന്നതാണോ ഡാൻസ്? ജിമ്മിക്ക് കമ്മൽ പോലെ അടിച്ച് തകർത്ത് കളയണ്ടേ അങ്ങോട്ട്. ഓ, നീ വന്നോ? അണ്ണൻ പറഞ്ഞത് കറക്റ്റാ. ഈ പണം മുഴുവനും നമ്മുടെ പാർട്ടിയിലുള്ള കാശല്ലേ. കേട്ടോ, ആളിനെ കൈ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെ കൈ ചൂണ്ടി സംസാരിക്കുന്നോ അവനൊന്നും നാളെ ആ കൈ കൊണ്ട് ആഹാരം കഴിക്കരുത്. ശരിയേട്ടാ. ഗീത, നിങ്ങൾക്ക് എപ്പോൾ ഇല്ലാതെ പെയിൻ വരും. സോ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ട് അഡ്മിറ്റ് ആയിക്കോളൂ. ഹെൽത്തി ഫുഡായിട്ട് കഴിക്കണം. ഓക്കെ, വളരെ നന്ദി. എങ്ങനെ നോക്കിയേക്കാ ജോലി? ശരി സാർ. ഡേ, ഗോഡൌണിൽ കൊണ്ട് ഇറക്കല്ലേ. എടാ നവീനെ, അത് വെച്ചിട്ട് പോയിട്ട് പവർ ഓൺ ചെയ്യും. ആ ശരി സർ. പത്ത് 11 12. ഈ തെണ്ടികൾ ബീവറേജിൽ പോയ കണക്ക് കറക്റ്റ് ആയിട്ട് നോക്കും. ഇവിടുത്തെ അളവും കണക്കൊക്കെ ശരിക്കും നോക്കണ്ടേ. നമസ്കാരം ചേട്ടാ. ആ, നീ ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നുമില്ല ചേട്ടാ, ഈ ആഴ്ച വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരിക്കുക. എപ്പോ വേണമെങ്കിലും പ്രസവ വേദന വരുമെന്ന്. അതുകൊണ്ടാ. അപ്പൊ പിന്നെ മുതലാളിയുടെ അടുത്ത് ചോദിച്ചിട്ട് പൊക്കൂടായിരുന്നോ? വേണ്ട ചേട്ടാ, വേദന വരുമ്പോ നോക്കാം. 4 ദിവസം വെറുതെ വീട്ടിൽ കുത്തിയിരുന്നോ എപ്പോഴാ വേദന വരാന്ന് നോക്കിയിരിക്കാതെ ഇവിടെ വന്ന് നമ്മുടെ ജോലി നോക്കാലോ. വേദന തുടങ്ങുമ്പോ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കോ? നീ പറയുന്നത് ശരി തന്നെയാ. എന്ത് വന്നാലും ഞങ്ങളുണ്ടല്ലോ. തഞ്ചാവൂര് ലോഡ് അയക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇവന്മാര് നമ്മളെ വീട്ടിൽ പറഞ്ഞയക്കാന്നാ തോന്നുന്നു. നമ്മുടെ വിരിയെന്നല്ലാണ്ട് എന്താ പറയാ, അനുഭവിക്കുക തന്നെ. ഗോപാലകൃഷ്ണ, പറയട്ടാ. ട്രസ്റ്റിൽ വന്ന പണം 1 രൂപ പോലും കുറയാതെ ഡെപ്പോസിറ്റ് ചെയ്ത്. ശരി, അങ്ങനെ ഓഡിറ്ററിന്റെ അടുത്ത് പോയി കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വരാം. എടാ മുടിയാ, ചേട്ടാ നീ കൂടെ ചെല്ല്. ശരി ചേട്ടാ, ശരി ചേട്ടാ. ഓ, എന്താടാ സുരേഷേ, എന്തു പറഞ്ഞാലും ഇവന്റെ ഒന്നും തലേ കയറുകയല്ല. ഇവനെയൊക്കെ വെച്ച് എങ്ങനെ ജോലി ചെയ്യിക്കാനാ? എന്തോ പറയാനാട്ടാ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനൊക്കെയാ. മുത്തശ്ശി, എന്തൊരു പൊടിയാ ഇത്. ഞാൻ അങ്ങോട്ട് പോയേക്കാം, പിന്നെ അടിച്ചു വരെ. ചുമ്മാ എപ്പോ നോക്കിയാലും അടിച്ചു വരെ വൃത്തിയാക്കിക്കൊണ്ട്. നമ്മൾ കിടന്നിങ്ങനെ വളവളാന്ന് പറയാന്നല്ലാതെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഒരുത്തരും ജോലിയോട് ഒരു ആത്മാർത്ഥതയും. എന്താടോ ഷൺമുഖ, നീ ഇതാരെ ഈ പ്രാഗിക്കൊണ്ട് പോകുന്നേ? ഞാനൊന്ന് പറയും, അവന്മാര് വേറൊന്ന് ചെയ്യും. അല്ല പിന്നെ ഇവന്മാരോട് ഈ കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, എന്നെ അങ്ങ് വിട്ടേര്. എനിക്ക് പോയാ ഞാൻ പോവാ. എവിടേക്ക് പോവാനാ? മിഷ്യൻ സർവീസിന് കൊടുത്തിട്ടില്ലേ, അത് വാങ്ങാൻ വേണ്ടി പോവാ. അതിന് 2 മാസം പോലും ആയില്ലല്ലോടാ. 2 മാസം ആയതല്ലേ, അപ്പൊ പിന്നെ തേയ്മാനം ഉണ്ടാവില്ലേ? പിന്നെ സർവീസിന് കൊടുത്തല്ലേ പറ്റൂ. ഇങ്ങനെ ശരി, പോയിട്ട് വാ. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഒരു തലവിധി.
എന്താ ഇതേ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പ് എല്ലാം ചെയ്തല്ലോ അല്ലേ? പോയിട്ട് വന്നു. അങ്ങനെ ഈ ആഴ്ചക്കുള്ളിൽ എന്തായാലും വേദന വരുമെന്നാ പറഞ്ഞേ. ക്ഷീണമാണെങ്കിൽ അവധി എടുത്തോളൂ. അത് അങ്ങനെ ഞങ്ങളത് പറഞ്ഞത് അവള് കേക്കണ്ടേ? അതല്ല അങ്ങനെ വേദന വരുമ്പോ നമുക്ക് അപ്പൊ നോക്കാം. നമുക്ക് ജോലിയല്ലേ ആദ്യത്തെ കുഞ്ഞ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് മൂന്നാമത്തെ കുട്ടിയാ അല്ലേ? എന്താ സർ? നീ എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ ചോദിക്കുന്നേ? വേണ്ട സർ. എന്തിനാ പേടിക്കുന്നേ? ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും ചെയ്യരുത്. കാണില്ല, നീ എനിക്കിഷ്ടമല്ല സർ. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. സർ എന്നെ അങ്ങനെ കാണരുത് സർ. ഞാനല്ലേ പറയുന്നേ, എനിക്ക് ശമ്പളം കൂടി തരാൻ ഞാൻ മുതലാളിയോട് പറയാന്നേ. ഞങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ആ സൂപ്പർവൈസറിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ സാറേ. നീ എന്താ നോക്കുന്നേ? നീ മുതലാളിയുടെ അടുത്ത് പോയി പറയൂ. കമ്പനിയിലെ ആണുങ്ങളുടെ അടുത്ത് നീ മോശമായിട്ട് പെരുമാറുന്നേ നിന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞു കൊടുക്കും. ആ താൻ പോയി പറയ്, എനിക്ക് ഒരു ചുക്കുമില്ല. എന്തോ അവിടെ ചെയ്യുന്നേ? നീങ്ങി വാ. നിന്റെ കാലിലെ ചിരിപ്പൂരി അവന്റെ ചെകിടത്തടിക്ക്. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? എന്താ ആലോചിക്കുന്നേ? അടിക്കടി അവനെ. മുതലാളി എന്താ മുതലാളി? പിന്നെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ചേട്ടൻ പറയുന്ന പോലെ സംഭവിച്ചാലേ പിന്നെ നിനക്ക് മാനം കാണത്തില്ല. നമ്മളെ വിശ്വസിച്ച് വരുന്ന പിള്ളേരല്ലേ, അവരുടെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറണ്ടേ? നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേ? ഇനി ഇതുപോലെ സംഭവിച്ചാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നാണം കെടുത്തു. മര്യാദക്ക് നടന്നോണം. നീ പോയി ജോലി ചെയ്യാ. ശരി മുതലാളി. എന്താടി? നാണുണ്ടോടെ തനിക്ക്? അലവലാതി. പാവപ്പെട്ട പെമ്പിളരെ ചുമ്മാ വിടില്ല അല്ലേ? വീട്ടിലൊരു ഭാര്യ, പുറത്തൊരു സെറ്റപ്പ്, രണ്ടുപേരും പോരെ നിനക്ക്? മുതലാളി ചെരുപ്പൂരി അടിക്കുമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അടിച്ചിട്ട് നിന്നോട് പറയുന്നേ. ഇനി ഒരു പ്രാവശ്യം നീ എന്തെങ്കിലും കാണിച്ചാൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഓർമ്മിച്ചോ? വരൂ അങ്കിൾ. അച്ഛൻ ഇവിടെ ഉണ്ടോ മോനെ? അച്ഛൻ മുകളിലത്തെ നിലയിലാണ്. ശരി, പോയി വിളിച്ചോണ്ട് വാ. അച്ഛ ആരോ കാണാൻ വന്നിട്ടുണ്ട്. അച്ഛനിപ്പോ വരാം, നീ അങ്ങോട്ട് ചെല്ലേ. ആ ശരി അച്ഛാ. ആഹാ, മൂർത്തി സാറോ? നമസ്കാരം ജി. സുഖമല്ലേ? കുറെ നാളായല്ലോ കണ്ടിട്ട്. പാർട്ടി കാര്യങ്ങളായിട്ട് ഇത്തിരി തിരക്കിലായി പോയി. പറയൂ, എന്താ ഈ വഴിക്ക്? അതിങ്ങാടാ സാറേ, ഇത് ചേട്ടന്റെ ഫാക്ടറിയുടെ ഡോക്യുമെന്റാ. ഇത് പണയം വെച്ചിട്ട് കുറച്ച് അർജന്റായിട്ട് പൈസ ആവശ്യമുണ്ട്. ജി, നിങ്ങളെ വിശ്വസിച്ചാ വന്നിരിക്കുന്നേ. ഫൈനാൻസ് ഇടപാടൊന്നും എനിക്കിപ്പോ ഇല്ല, എല്ലാം നിർത്തിവെച്ചിരിക്കുക. മണി മാർക്കറ്റിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പണം വാങ്ങുന്നതുവരെ എല്ലാവരും മര്യാദക്കാരാ. തിരിച്ചു ചോദിക്കുമ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറും. ചിലര് സൂയിസൈഡ് ചെയ്യുമെന്നും പറഞ്ഞ് പേടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഫൈനാൻസ് പൂർണ്ണമായിട്ട് നിർത്തി. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യുന്നതാ നല്ലത്.
രാവിലെ എന്ത് കഴിച്ചടാ? 2 ഇഡ്ഡലി 1 വട. വട എന്ന് പറയുമ്പോ പരിപ്പുവടയാണോ ഉഴുന്നുവടയാണോ? ഉഴുന്നുവട. ആ അപ്പൊ ആ ഉഴുന്നുവട തിന്ന ജോലിയെങ്കിലും ചെയ്യും. പഴങ്കഞ്ഞി കുടിച്ച പോലെ ഇങ്ങനെ തളർന്ന് ജോലി ചെയ്യല്ലേ. ഒന്ന് പോടാ. വരവേണ്ടോ മുതലാളിയിലും ഗെറ്റപ്പിലാണല്ലോ. ഇതിനൊക്കെ ജോലിക്കാണോ വരുന്നത് അതോ ജിം എടുക്കാനാണോ? അപാര മനസ്സിലാണല്ലോ. ഒരു കുത്തുകുത്തി കുറ്റാലത്ത് പോയി വീഴും പറഞ്ഞേക്കാം. എടാ നീ ജോലി ചോദിച്ചു വന്നപ്പോ എന്റെ അടുത്ത് എങ്ങനെയാണോ നിന്നേ? സാറേ എന്റെ വീട് പട്ടിണിയാണ്. എന്റെ അമ്മ ഒരു നിത്യ രോഗിണിയാണ്. കല്യാണപ്രായമായ അനിയത്തിമാരുണ്ട്. അച്ഛൻ മുഴുക്കുടിയനാണ്. എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങി ചവിട്ട ഗതികളിലാണ് സാറേ എന്ന് പറഞ്ഞ് കരഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോടാ? ഒരു പണി കിട്ടി കഴിഞ്ഞപ്പോ ഫാക്ടറി മുതലാളിയുടെ മരുമോനാണെന്ന ഭാവത്തിൽ നെഞ്ചും പിരിച്ച് കൈയും വീശി ചൂള പഠിച്ചിങ്ങ് കേറി വന്നേക്കുവാ. അല്ലടാ തെണ്ടി. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഓ നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടേ. നീയുടെ മനുഷ്യജന്മമാണോടാ? കഷ്ടം. മതി നോക്കിയത്. ജോലി നോക്കടി. അടുത്ത ആഴ്ച വിവാഹം ഉറപ്പിക്കാൻ പോവല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊഞ്ചലൊക്കെ ആവാം. ഇപ്പൊ ജോലി നോക്ക്. ഈയിടെയായിട്ട് നീ എന്നെ അനുസരിക്കുന്നേ ഇല്ല. നോ മമ്മി. ഏയ് സുശീൽ, നിക്ക്. പറഞ്ഞ ഒരക്ഷരം കേക്കില്ല. എനിക്കപ്പോ സല്യൂട്ടൊന്നുമില്ലേ? മട്ടാച്ചേരിക്കുള്ള ലോഡൊക്കെ അയച്ചു സുരേഷ്? എല്ലാം അയച്ചു ചേട്ടാ. ചുമ്മാ ഭയപ്പെടാതെ. പേടിച്ചു പോയോ? സ്കൂളിൽ പോയില്ലേ? അപ്പൊ ലീവാണോ? ശരി ശരി, പോയി കളിക്കൂ കേട്ടോ. ചായ വന്നിട്ടുണ്ട്, എല്ലാരും വാ. ചേച്ചി ചായ വന്നിട്ടുണ്ട്, വാ കുടിക്കാം. ചായ കുടിക്കാം ചേച്ചി, വാ. വാടി. എല്ലാവരും വരൂ, ചായ കുടിക്കാം, വാ. എടാ അനിയ, ഒന്നങ്ങോട്ട് മാറി നിൽക്കേ. ഇതെന്താ ബീവറേജിലെ ക്യൂ ആണെന്ന് കരുതിയോ? ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കേ. ഓരോന്ന് വന്നോളും. ഒരു ചായ ഇതാ. കാടിവെള്ളം കുടിച്ച പോലെ തന്നെയുണ്ട്. മുതലാളിയോട് പറഞ്ഞ് ഇവന്റെ ചായക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങോട്ട് നോക്ക്. കണ്ണോട് കണ്ട് നോട്ടം, മദാലസ ചിരി. ഇവര് വാങ്ങുന്ന ശമ്പളത്തിന് ഇതൊക്കെ ചെയ്താ പോരെ? എന്തായാലും ഒളിച്ചോടാതിരുന്നാ മതി. നമുക്കെന്തിനാ മറ്റുള്ളവരുടെ കാര്യമൊക്കെ? ഉള്ള ജോലി തന്നെ നോക്കാൻ സമയമില്ല. ഈ സുകുമാരൻ എല്ലാ ദിവസവും ജോലിക്ക് ലേറ്റായിട്ടാ വരുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാ മുതലാളിയോട് പറഞ്ഞ അയാൾ വിളിച്ചൊന്ന് വരട്ടോ? അതുമില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരെങ്ങനെ പോയാൽ നമുക്കെന്താ? നമുക്ക് നമ്മുടെ ജോലി നോക്കാം. എന്തു പറയുന്നു ഗീതേ? ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു, നീ ഒരു മറുപടിയും പറയുന്നില്ലല്ലോ.
അയ്യോ എന്ത് പറ്റി? ഇതേ അയ്യോ പിടിക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞ വീട്ടിൽ പോകാനായിട്ട് പറഞ്ഞാൽ ആര് കേൾക്കാനാ? ഇപ്പൊ കിടന്ന് പിടയ്ക്കുന്ന പിട കേട്ടോ. എന്താ ഒന്ന് തിരിഞ്ഞു കൊടുക്കാറില്ല. കാലൊന്ന് വേദനിപ്പിക്കല്ലേ? കരണ്ടൊന്ന് വന്നോട്ടെ, നമുക്ക് എത്ര പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോവാ. അതാ നല്ലത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിൽ മുദ്ര പ്ലാസ്റ്റിക് എന്ന സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം മൂലമുള്ള വൻ വിപത്തിൽ 10ഓളം പേർ വെന്തുമരിച്ചു. 30ഓളം ആളുകളെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. തീപിടുത്തത്തിനുണ്ടായ കാരണം അന്വേഷിക്കാനായി മുഖ്യമന്ത്രി അടിയന്തരമായി ഉത്തരവിടുകയുണ്ടായി. വിപത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ദുരിതാശ്വാസം വഴങ്ങുന്നതിനായി മന്ത്രിസഭ തീവ്ര ചർച്ചയിലാണ്. തറയെ നോക്കി കിടക്ക്. എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തേക്ക്. ശരി. അതാ നോക്ക്. ശരി, പെട്ടെന്ന് നോട്ട് ചെയ്യും. നോട്ട് ചെയ്യുന്നുണ്ട്. നല്ല തലയാ നേതാവേ. ആരും ചിന്തിച്ചു പോലും നോക്കാത്തൊരു കാര്യമല്ലേ നിങ്ങളിപ്പോ ചെയ്തേ. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ഞാനും എത്രയോ ഇൻഷുറൻസ് കേസുകൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഈ കാര്യം എനിക്കിപ്പോൾ പുതിയതായിട്ടാ തോന്നുന്നത്. ആരാ നിങ്ങൾക്ക് ഈ ഐഡിയ തന്നത്? ഇൻഷുറൻസ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാ. അത് നമ്മളെ സംരക്ഷിക്കണം. രാത്രി ഉറങ്ങുന്ന കിടക്ക മുതൽ ചത്ത് ചുടുകാട്ടിലേക്ക് പോകുന്നത് വരേക്കും സംരക്ഷണ ഇൻഷുറൻസ് തന്നെ. എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട് ഇവിടെ. അതെന്റെ ഫാക്ടറിക്കും ബാധകമാണ്. എടാ സുരേഷേ, ആ മൊബൈലിങ്ങനെ. ജി, നിങ്ങൾക്കറിയാമോ അമേരിക്കയിൽ ടിൻഡോറിൽ ഫ്ലൈറ്റ് ഇടിച്ചു തകർത്തില്ലേ? അതും ഇൻഷുറൻസിന് വേണ്ടിയായിരുന്നുവെന്ന് ഒരു റൂമറുണ്ട്. എന്തിനേറെ പറയുന്നു, ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് വരെ ഒരു ഇൻഷുറൻസിന് വേണ്ടിയുള്ള ആക്സിഡന്റ് ആയിരുന്നു അത്രേ. മുതലാളി പറയുന്നതെല്ലാം ന്യായം തന്നെയാണ്.
പക്ഷേ നമ്മുടെ ഫാക്ടറിയിലെ ഇൻഷുറൻസ് ആണ് സത്യം. ലോക സാമ്പത്തിക നിലവാരമേ ഇൻഷുറൻസ് എന്നൊരു സംഭവമില്ലായിരുന്നെങ്കിൽ പ്രകൃതിയാലുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെയും കൃത്രിമമായി മനുഷ്യനെ കൊണ്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ ജനങ്ങളെ അവരറിയാതെ വഞ്ചിക്കുകയാണ്. എടോ, ഈ കോർപ്പറേറ്റ് കമ്പനിയൊക്കെ നമുക്ക് അന്നം തരുന്ന ദൈവത്തിനെ പോലെയാ. അവരെ അങ്ങനെ കുറ്റമൊന്നും പറയരുത്. കാര്യം അറിയാണ്ട് വെറുതെ സംസാരിക്കാതെ. ചേട്ടാ, സാറ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പക്കാവായിട്ട് ക്ലിയർ ചെയ്ത് തന്നിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് പണം കിട്ടും. ഇതിലെല്ലായിടത്തും സൈൻ ചെയ്ത് അപ്രൂവലും വാങ്ങിക്കഴിഞ്ഞു. ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കാശ് വരും. കാശ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് കിട്ടണം. സാറേ, ഡിപ്പാർട്ട്മെന്റ് സൈഡിലുള്ളതെല്ലാം ഞാൻ നോക്കിയോളാം. സാർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പുതിയ മെഷീൻ ഓർഡർ കൊടുക്കുന്നു, പൂജ നടത്തുന്നു, എന്നിട്ട് വർക്ക് അങ്ങ് തുടങ്ങിയാട്ടെ. പണം കിട്ടിയാൽ ഉടനെ മിഷൻ വാങ്ങുന്നതിനേക്കാളും ഇലക്ഷൻ MLA സീറ്റ് ഉറപ്പിക്കുന്നതാണ് മുഖ്യം. നിങ്ങൾ വീണ്ടും ഫാക്ടറി നടത്തുന്നോ അതോ പാർട്ടിയിൽ നിന്ന് MLA സീറ്റ് വാങ്ങുന്നോ എന്ന് എനിക്കറിയണ്ട. എന്നാൽ വീണ്ടും നമുക്ക് പണം ആവശ്യമാണെങ്കിൽ ഫാക്ടറിയെ കത്തിക്കണം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം. ചേട്ടാ ചേട്ടാ കഥ തുറക്കേടാ ചേട്ടാ കഥ തുറക്കേ ചേട്ടാ
ചേട്ടൻ എന്താ പറ്റിയത്? ചേട്ടാ എന്താ? ചേട്ടാ ഒന്നുമില്ല, പേടിക്കാതെ. ഞാനില്ല ഇവിടെ. ചേട്ടാ പേടിക്കണ്ട. സുരേഷ്, അദ്ദേഹം എന്തോ കണ്ട് പേടിച്ചതായിരിക്കും. ഇനിയൊരു പ്രാവശ്യം കൂടി ഇങ്ങനെ ആയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്താ. അദ്ദേഹത്തെ നല്ല കെയർഫുള്ളായിട്ട് നോക്കണം. ശരി ഡോക്ടർ. 2 ദിവസമായിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാ. ഇനി ഞാൻ നോക്കിക്കോളാം. ഇറ്റ്സ് ഓക്കെ. റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല. ശരി, ഞാൻ തന്ന മെഡിസിൻസ് 2 മാസം കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ ഡോക്ടർ. ചേട്ടാ, മിനിസ്റ്റർ ലെവലിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പക്കാവായിട്ട് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നമുക്ക് തന്നെ സീറ്റ്. ചേട്ടൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. വേറെ ആര് എത്ര പണം ചെലവാക്കിയാലും അവർക്കാർക്കും സീറ്റ് കിട്ടാൻ പോകുന്നില്ല. എന്താ ഏട്ടാ, ഞാൻ പറയുന്നതല്ലാതെ ചേട്ടനൊന്നും പറയുന്നില്ലല്ലോ. അതിരിക്കട്ടെ, എന്താ ഏട്ടാ പറ്റിയത്? ഒന്നുമില്ലടാ. കള്ളം പറയാണ്. ചേട്ടാ, നേരത്തെ ഒരു കാര്യം ചേട്ടനോട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചാ പറയാഞ്ഞത്. എന്താ സന്തോഷേ, ചുറ്റി വളയ്ക്കാതെ കാര്യം പറ. എന്താന്ന് വെച്ചാ ഒന്ന് പറയടോ. ഫാക്ടറിയിൽ ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നതിന് ശേഷം നമ്മൾ ഫാക്ടറി വീണ്ടും നടത്താൻ പാടില്ലായിരുന്നു. മരിച്ചവരെല്ലാം നമ്മുടെ കൂടെ പല വർഷങ്ങളായി സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞവരായിരുന്നു. നല്ല ദിവസം നോക്കി ഒരു പൂജയൊക്കെ ചെയ്ത് ഗണപതി ഹോമമൊക്കെ നടത്തി പുതുതായി ആരംഭിക്കണമായിരുന്നു. എനിക്കെന്തോ ഇത് ആരെങ്കിലും ചെയ്തു വെച്ച ക്ഷുദ്രമാണെന്നാ തോന്നുന്നത്. ചേട്ടാ, കാടിനകത്തുള്ള നമ്മുടെ കുലദൈവ ക്ഷേത്രത്തില് ഒരു പൂജയൊക്കെ നടത്തി ചേട്ടൻ്റെ അടുത്ത് വ്രതം എടുത്ത് മാലയിടാൻ പറ. ഒരു ക്ഷുദ്രത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാ കണ്ടോ, ഞാൻ വ്രതം എടുത്ത് മാലയിട്ടിരിക്കുക. നമ്മുടെ കുലദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഛേ, ആ പ്രേതങ്ങളുടെ കഥ കേട്ടതിന് ശേഷം എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെ സന്തോഷമായിട്ട് കഴിഞ്ഞതാ.
പണത്തിനു വേണ്ടി ആ രാഷ്ട്രീയക്കാരൻ മൂർത്തി അവരുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ഛേ ഛേ, ഒരു വേര് പോലും നമ്മളെ സഹായിക്കുന്നില്ലല്ലോ. എടാ കഷായം, നിന്റെ മോന്തിക്ക് ഗൗരവം സെറ്റാവുന്നേ ഇല്ല. എന്തോ ആ പ്രേതങ്ങൾ വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യമാടാ. പുണ്യമോ? നമ്മൾ എന്നടാ പുണ്യം ചെയ്തിരിക്കുന്നത്? പുണ്യവാൻ വന്നിരിക്കുന്നു. നമ്മുടെ പണി കൊട്ടേഷൻ പ്ലാൻ ചെയ്യുക, സംഭവം ക്ലിയർ ചെയ്യുക, പിന്നെ ഇവിടുന്ന് സ്ഥലം വിടുക. അങ്ങനെ മനസാക്ഷിയില്ലാതെ പറയലേട്ടാ. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഒരു തവണ ആ പ്രേതങ്ങൾക്കെങ്കിലും നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മൂർത്തി സാധാരണ ആളേ അല്ല. ഈ ഏരിയയിലെ വലിയൊരു പുള്ളിയാ. എടാ, അവൻ ചെറിയ പുള്ളിയോ വലിയ പുള്ളിയോ ഇതുവരെ നമ്മൾ ആർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന പ്രേതങ്ങളെ സഹായിക്കാം. സോ അതിനുവേണ്ടി അവനെ തട്ടുന്നു, കെട്ടി തൂക്കുന്നു. തട്ടുന്ന പ്രശ്നമല്ല, പൊക്കുന്ന പ്രശ്നമല്ല. എപ്പോ ചെയ്യാൻ പോകുന്നു, എങ്ങനെ ചെയ്യാൻ പോകുന്നു. ആരാടത്? ഏയ്, ആരും പേടിക്കേണ്ട കാര്യമല്ല, ഞാനാ വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ പേര് ചാരായ സന്തോഷം. ചാരായം ഇല്ലെങ്കിൽ ഇവനില്ല, ഇവനില്ലെങ്കിൽ ചാരായമില്ല. ഇവന്റെ പേര് വിഭൂതി വിക്രമൻ. അമ്പലത്തിൽ വിഭൂതി ഇല്ലെങ്കിലും ഇവന്റെ എപ്പോഴും വിഭൂതി ഉണ്ടാകും. ഇവന്റെ പേര് കയമുയ കണ്ണൻ. ഇവനെ പറ്റി പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പേരിലുള്ള കയമുയ കാര്യത്തിലൊന്നും ഉണ്ടാവില്ല. നീ ആരാ ഒരുത്തം പുതുതായിട്ട്? അല്ല, നീയല്ലേ ഞങ്ങൾക്ക് പോലീസ് യൂണിഫോം വാടകയ്ക്ക് തന്നത്? പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾക്ക് അന്ന് യൂണിഫോം തന്നു വിട്ടതിന് അന്ന് രാത്രി മുഴുവനും ഓണറിനെ പൂര തെറിയായിരുന്നു. ചാരായം, ഞാൻ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും പ്ലാനിങ് നടത്തിയോ? കഷായം ചേട്ടാ, നിങ്ങൾ പറഞ്ഞ കാര്യം തലയ്ക്ക് തീ പിടിപ്പിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് വന്നിരിക്കുക. എന്താ കളിയാക്ക? ഇപ്പൊ ആ ചെറിയ മാക്കരിയെ ചൂണ്ടയിൽ കൊരുത്തിട്ടാണ് ആ തിമ്മികളത്ത് പൊക്കാൻ. പൊതുജനങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്നവരാരായാലും പൂഴ്ത്തിക്കളയും. അടിപൊളി ടീമുകൾ തന്നെ, സൂപ്പർ. കൊല്ലുന്നു, കെട്ടി തൂക്കുന്നു. അത് തന്നെ, തട്ടുന്നു, കെട്ടി തൂക്കുന്നു. യുവമാരെന്തിനാ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ഒരു ബോധമില്ലാത്ത ഉറക്കങ്ങളാ. അണ്ണാ അണ്ണാ അണ്ണാ, എന്താ അണ്ണാ ഒരു ബോധമില്ലാതെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ചേട്ടാ, പുറകിലൊന്ന് നോക്ക്. കൂർക്കം വലിച്ച് ഒടുക്കത്തെ ഉറക്കവാ. എന്താണ് ഇങ്ങനെ എല്ലാരും ഉറങ്ങുന്നത്? എനിക്ക് 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 ഇത്രയും ഗംഭീരമായ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് വന്നിട്ട് കഴുതകളെപ്പോൾ കടന്നുറങ്ങുന്നു. നിങ്ങളുടെ സഹകരണം ഇല്ലാതെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും. വേഗം എഴുന്നേറ്റ് വാ. എന്താടാ ഇത്? ഇങ്ങനെ വെറുതെ നടന്നാ മതിയോ? എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞുകൂടെ? പറയും പറയും, നീ ഒന്ന് വെയിറ്റ് ചെയ്യ, പറയുന്നേ. എന്താടാ
മൂർത്തി മുതലാളി ദിവസം പൂജയ്ക്ക് ഇവിടെയാണ് വരുന്നത്. സോ നമ്മുടെ സ്കെച്ച് ഇവിടെയാണ്. എന്തൊരു സ്കെച്ചാടാ, ഒരു പിണ്ണാക്കും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും മനസ്സിലാവുന്നല്ലോ പറയടാ. എടാ പട്ടേ, പോയി എടുത്തോണ്ട് വാ. ശരി. ഏയ് വാടാ. അതേടാ, കുങ്കുമവും കളപ്പവും ഒക്കെ എടുത്തോണ്ട് വാ. ചടങ്ങൊക്കെ നടത്തിയിട്ട് പോവാം. എടാ മച്ചു, ഇതെന്താന്നറിയോ? കൊതുകിന് മരുന്നടിക്കുന്ന മിഷനാടാ ഇത്. കൊതുകിന് മരുന്നടിക്കുന്ന പിള്ളേരാണല്ലേ നിങ്ങള്? ഇതിനാണോ നീയൊക്കെ ഇത്രയും വലിയ സ്കെച്ച് ഇട്ടത്? എടാ ചാരായം, നീ ഒന്നും അപ്ഡേറ്റ് ആയിട്ടേ ഇല്ലേ? പഴയ വേർഷനിൽ തന്നെയാണോടാ ഉള്ളത്? യെസ് ബ്രോ, ഇറ്റ്സ് എ ടീം വർക്ക്. ഇറ്റ്സ് എ മസ്കിറ്റോ ജോബ്. കഷായം ചേട്ടൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. സ്കെച്ച് കൃത്യമായി ഇട്ടിട്ടുണ്ട്. അയാളെ പൊക്കുന്നു. കഷായം ചേട്ടാ, പ്ലാൻ പഴയതാണെങ്കിലും ഈ സിറ്റുവേഷന് ഇതാണ് ബെസ്റ്റ് ഐഡിയ. ചേട്ടൻ ഇപ്പോഴും പിള്ളേരുകളി മാറിയിട്ടില്ല. വണ്ടി അവിടെ നിർത്ത്. എടാ, നിങ്ങൾ ഇവിടെ എടുക്ക. ഒരു ഫോൺ വന്നപ്പോ സംസാരിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാ. ഇവിടുന്ന് നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് പോയിക്കോണം. ശരി മുതലാളി, ഞങ്ങൾ ഇതാ പോവാ. ഞാനിതെവിടെയാ? എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്.
എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. അങ്ങനെ എന്താ അങ്ങനെ നോക്കുന്നത്? കണ്ടിട്ട് കുറെ നാളായി അല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയ സ്വയരൂപം ഞങ്ങളുടെ അടുത്ത് തന്നെ കാണിച്ചു അല്ലേ? എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഒരാഴ്ചക്കകം എനിക്ക് പ്രസവ വേദന വരുമെന്ന് ഡോക്ടർ പറഞ്ഞതാ. ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് കൊതിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളുടെ പണത്തിന്റെ അത്യാർത്തി കാരണം നിങ്ങളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ അങ്ങുന്നേ? അയ്യോ, എന്നെ വിട്ടേക്ക്. എത്ര പണം വേണമെങ്കിലും തരാം. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് MLA ആകാൻ വേണ്ടി ഫാക്ടറിക്ക് തീ വെച്ച് ഞങ്ങളെയൊക്കെ മൃഗീയമായിട്ട് കൊന്നു കളഞ്ഞില്ലേ? ആ ഇൻഷുറൻസ് തുക കിട്ടിയിട്ട് താൻ എങ്ങനെ MLA ആയി ജനങ്ങളെ സേവിക്കണ്ട? എത്ര ജീവനുകൾ നിങ്ങൾ നശിപ്പിച്ചു. പണത്തിനു വേണ്ടി നിരപരാധികളായ ഞങ്ങളെ കൊന്നൊടുക്കി. അങ്ങനെയുള്ള നീ ഇലക്ഷനിൽ വിജയിച്ചാൽ പാവങ്ങൾക്ക് എന്തുപകാരമാണ് ചെയ്യാൻ പോകുന്നത്? ഞാനൊന്നും ചെയ്തില്ല, എന്നെ വിട്ടേക്ക്. നിങ്ങൾ അറിയാതെ തെറ്റിയതായിരിക്കാം, പക്ഷേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ പോവാ. അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ, അയ്യോ ദൈവമേ, ആരെങ്കിലും വന്നെന്നെ രക്ഷിക്കണേ. എന്റെ ദൈവമേ, അയ്യോ. നീ പ്രാർത്ഥിക്കുന്ന ദൈവം നല്ലത് ചെയ്തിരുന്നെങ്കിൽ രക്ഷിച്ചേനെ. നീ നല്ലത് ചെയ്തിട്ടേ ഇല്ലല്ലോ, എങ്ങനെ രക്ഷിക്കോ? ആരെങ്കിലും ഓടി വരണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണെന്ന് സമ്മതിച്ചു. ഞങ്ങൾ പ്രാണവേദനയോടെ കത്തിപ്പിടയുമ്പോ ഇതാണ് കാരണമെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നീ അറിഞ്ഞുകൊണ്ട് തന്നെ ചാവാൻ പോകുന്നു. മുതലാളി, ഞങ്ങളുടെ കൂടെ വരാനുള്ള സമയമായി. Ah!